ഹായ് ഹലോ. അപ്പോൾ ഇന്നതേ എൻ്റെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. വെറൈറ്റി എന്താണെന്നറിയാവോ? നമ്മുടെ പാലക്കാടൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു സാധനമാണ് കേട്ടോ, അരിയുണ്ട. അപ്പോൾ നമുക്ക് അതുണ്ടാക്കുന്ന വീഡിയോയിലോട്ടൊന്ന് പോയാലോ? ഞാനിതാ ഒരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി നന്നായി നമുക്ക് വറുത്തെടുക്കണം. അരി വറുത്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അരിയുണ്ട സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇതേ അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് ചൂട് ആറാൻ വേണ്ടി നമുക്ക് വെക്കാം. ഇത് ചൂടാറുന്ന ഗ്യാപ്പിൽ തന്നെ അതേ ഫ്രൈ പാനിൽ ഞാൻ കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് നിലക്കടല എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അതേ നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിലക്കടല നന്നായി ഒന്ന് നമുക്ക് ചൂടാക്കി, അതായത് വറുത്തെടുക്കാം. അപ്പം നിലക്കടല വറുത്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ തൊലികളെല്ലാം ഒന്ന് ഇളകിപ്പോവും കേട്ടോ. അങ്ങനെ ഇത് വറുത്ത് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പൗഡർ പരുവത്തിൽ ആരും ഇത് പൊടിച്ചെടുക്കരുത്, ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അരിയുണ്ട കഴിക്കുമ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ പരുവത്തിനാണ് കേട്ടോ ഞാൻ നമ്മുടെ നിലക്കടല അഥവാ കപ്പലണ്ടി എന്ന് പറയുന്നത് ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. അതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് എടുക്കുന്നത് ഒരു 5 ബെല്ലമാണ്. പാലക്കാട് ഭാഗത്ത് ഞങ്ങൾ ഇതിനെ ബെല്ലം എന്നാണ് പറയുന്നത്, പിന്നെ വേറെ ശർക്കര എന്നും പറയും. അപ്പോൾ ഞാൻ 5 എടുത്തിക്കുന്നത്. നമുക്ക് മധുരത്തിന് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് മുറിച്ച് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ലായനി പരുവത്തിലാക്കി കഴിയുമ്പോൾ നമ്മുടെ അരിയുണ്ടക്ക് ആ ഒരു ക്രിസ്പിയുടെ ഫീൽനെസ് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് വറുത്ത് വെച്ച അരി നന്നായി ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൗഡർ പരുവത്തിലല്ല, ഒരു തരിതരിപ്പ് ആയിട്ടുള്ള ഒരു പരുവത്തിലാണ് ഞാനിത് പൊടിച്ചെടുത്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് കുറച്ച് ആ നിലക്കടല ക്രഷ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ നിലക്കടല ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി വറുത്തതിൻ്റെ ആ ഒരു തരിതരിപ്പും നിലക്കടലയുടെ ആ ക്രഷ് ചെയ്ത നിലക്കടലയും കൂടി ആയി കഴിയുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതിനകത്തോട്ട് ഞാനിതേ ശർക്കര, അതായത് ബെല്ലം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പം നമ്മൾ 2-3 ദിവസത്തിനൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനാണ് ചെയ്യുന്നതെങ്കിൽ തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിത് ഇപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ആ ഒരു ആവശ്യത്തിന് ചെയ്തതുകൊണ്ട് തന്നെ തേങ്ങ പച്ചക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പച്ചക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു തേങ്ങയുടെ ആ നനവിൽ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് ഈ തേങ്ങയുടെയും ശർക്കരയുടെയും നനവിലാണ് നമ്മൾ ഈ അരിയുണ്ട കുഴച്ചെടുക്കുന്നത്. വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, കാരണം വെള്ളം എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറുത്ത് വെച്ച അരിയുടെ ആ സോഫ്റ്റ്നെസ് പോയി കിട്ടും. അപ്പോൾ ഞാനിതേ നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നമ്മളിതെല്ലാം ഉരുളാക്കി എടുക്കുന്നുണ്ട്. അപ്പം എന്നെ ഉരുളാക്കിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളെ നിങ്ങൾ കാണണ്ടേ, എൻ്റെ നാത്തൂനാണ് കേട്ടോ. അപ്പം ഹെൽപ്പിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിതേ അരിയുണ്ട എല്ലാം ഇങ്ങനെ ബോളാക്കി എടുക്കുന്നുണ്ട്. കാണിച്ചേത്താ, കണ്ടോ? ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ അരിയുണ്ട റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ അടുത്ത അരിയുണ്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പാത്രം അരിയുണ്ട ഇച്ചിരി റെഡിയാക്കി എടുക്കാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം ഇത്രയും നമ്മൾ ആ പരുവത്തിലാക്കി എടുക്കാനുണ്ട്, അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മൾ ഓരോരോ ഉണ്ടായിട്ട് ഇങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ഞാൻ ഇവിടെ കൂട്ടത്തിൽ ആൾ ഇത് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിൽക്കുന്നതാണേ. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. വീഡിയോഗ്രാഫർ ഞാനായതുകൊണ്ട് ഇങ്ങനെ എല്ലാം ബോളാക്കി ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവാമോൻ കുറേ നേരമായി കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവാമോൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളാക്കുന്നത് പോലെ ഇവാമോനും ബോളാക്കണം. അതിനായിട്ട് ഇവാമോൻ അടുത്തെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇവാമോന് വേണ്ട, അവനിക്ക് ഇങ്ങനെ ബോളാക്കാൻ കിട്ടണം, അത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ അവൻ ഒളിഞ്ഞേ കണ്ടേ കളിക്കാനൊക്കെ നിന്നു കേട്ടോ. പിന്നെ ഇക്കയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവനെ പിടിച്ച് ചെയറിലിരുത്തി ഒരു അരിയുണ്ട അവന് കഴിക്കാൻ കൊടുത്തു. അവനാണെങ്കിൽ ആ ഉണ്ടയെ അങ്ങ് പൊടിച്ച് പരത്തി അങ്ങ് എടുത്തു. അങ്ങനെ അവിടെ ഇരുന്ന് ഇവാമോനോട് ഞങ്ങൾ ഓരോന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവാമോന് ഓരോന്ന് തമാശകളും പറയുന്നുണ്ട്. അങ്ങനെ അവൻ അരിയുണ്ട പെറുക്കി തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മച്ച വന്നത്. അപ്പോൾ മച്ച കുറച്ച് എണ്ണക്കടിയായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എന്നാ കരുതി ആദ്യം ഒരു പരിപ്പ് വട എടുത്തതിന് ശേഷം അരിയുണ്ട കഴിക്കാമെന്ന്. അപ്പോൾ പരിപ്പ് വട എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്.
ഇവാമോന് ശേഷം പിന്നെ നമ്മുടെ അരിയുണ്ട ടേസ്റ്റ് ചെയ്യുന്നത് മച്ച ആണ് കേട്ടോ. അപ്പോൾ മച്ച ഇത് കഴിച്ചിട്ട് പറയുന്നുണ്ട് സൂപ്പർ സാധനമാണല്ലോ, ഇത് എന്തോ ഒരു വെറൈറ്റി എന്ന്. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇത് അരിയുണ്ടയാണെന്ന്. അപ്പോൾ ഇതേ നമ്മുടെ അവസാന അരിയുണ്ടയും ഇവിടെ ബോളാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട് ഭാഗത്ത് ഇതിനെല്ലാം പറയുന്നത് അണ്ടിപ്പുട്ടെന്നാണ് കേട്ടോ. അരിയുണ്ട എന്നും പറയും. അപ്പോൾ നമ്മൾ കശുവണ്ടി വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ അണ്ടിപ്പുട്ടെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിലക്കടല വെച്ച് ചെയ്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അരിയുണ്ട. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ക്യാഷും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കപ്പലണ്ടി വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളത് ക്യാഷും ഒക്കെ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.